SKSSFിൻ്റെ പ്രവർത്തന മേഖലകളിൽ വളരെ ശ്രദ്ധേയമായി നടത്തുന്നൊരു പരിപാടിയാണ് മനുഷ്യജാലിക. ഇന്ന് ഇതേ സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഗ്‌രിബിന് ശേഷം ഇതുപോലെയുള്ള ചർച്ചാ സമ്മേളനങ്ങളും മഗ്‌രിബിൻ്റെ മുമ്പ് നമ്മുടെ ഈ സദസ്സിലൊക്കെ പ്രൗഢമായി നമ്മൾ സംഘടിപ്പിച്ച മനുഷ്യജാലികയും വളരെ വിപുലമായി നടന്നു വരികയാണ്. ഇത്തരം സദസ്സുകൾ രാജ്യത്തിൻ്റെ മതേതര മനസ്സുകളെ തട്ടിയുണർത്തുവാനും രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ ശ്രദ്ധ ഇത്തരം നന്മയാർന്ന പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇന്ന് ഈ സദസ്സ് 3 പരിപാടികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ ജില്ലാ SKSBVയുടെ പ്രവർത്തകന്മാർ പങ്കെടുത്ത ബാല ഇന്ത്യ എന്ന് പറയുന്ന ശ്രദ്ധേയമായ ഒരു പരിപാടി ഇവിടെ ഇന്ന് പുലർച്ചെ നടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മുടെ ജാലിക റാലിയും അതിനുശേഷം ജാലികയും, ഇപ്പോൾ അതിനനുബന്ധമായി ഒരു ചർച്ചാ സമ്മേളനമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമസ്ത പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത 3 ടേമുകളിലായി 3 പ്രധാനമായ ആഘോഷങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഒന്ന് ഇന്ന് നടന്ന ഈ ജാലിക, മറ്റൊന്ന് ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ 100ാം വാർഷിക ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം ബാംഗ്ലൂരിൽ പ്രൗഢമാകുകയാണ്. ഇന്ന് തന്നെ ധാരാളം ആളുകൾ ബാംഗ്ലൂരിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ നഗരിയും അവിടുത്തെ പ്രവർത്തനങ്ങളുമൊക്കെ നേരത്തെ തന്നെ എത്തി വീക്ഷിക്കുന്നതിന് വേണ്ടി ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നമ്മുടെ ധാരാളം പ്രവർത്തകന്മാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുരക്ഷിതമായി യാത്ര പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. അത് കഴിഞ്ഞ് SKSFിൻ്റെ തന്നെ ഐതിഹാസികമായ 35ാം വാർഷിക സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് പ്രൗഢമാകുകയാണ്. ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ SKSF പിറവിയെടുത്ത് അതിൻ്റെ 35 വർഷം പൂർത്തിയാകുന്ന മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് 3 ദിവസങ്ങളിലായി നടക്കുമ്പോൾ, പ്രത്യേകിച്ചും അതിൻ്റെ സമാപന ദിവസമായ 4ാം തീയതി 35,000-ഓളം വരുന്ന പുതിയ വിഖായ വിജിലന്റ് വളണ്ടിയർമാരെ സമർപ്പിക്കുകയും അതിനുശേഷം വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള സുന്നി വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി സമൂഹം സംഗമിക്കുന്ന ഒരു മഹാസമ്മേളനം നടക്കുകയാണ് മുഖദ്ദസ് നഗരിയിൽ. എല്ലാ പരിപാടികളും സർവശക്തനായ റബ്ബ് അതിൻ്റെ പൂർണ്ണതയോടുകൂടെ നടത്തുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ സമ്മേളനങ്ങളിലൂടെയും നമ്മൾ കൈമാറുന്ന ഏറ്റവും വലിയ സന്ദേശം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മതിൽക്കെട്ടുകൾ വിള്ളലുകളില്ലാതെ അത് കരുതലോടുകൂടെ സൂക്ഷിക്കണമെന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളാണ് നമ്മുടെ ഓരോ സമ്മേളനങ്ങളും പരിപാടികളും നിരന്തരമായി രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് SKSSF രാജ്യത്തിന്റെ സുരക്ഷിതമായ ശോഭനമായ ഭാവിക്ക് വേണ്ടി അവരാൽ കഴിയുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രളയം നടന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട SKSFിൻ്റെ വെക്കായ വളണ്ടിയർമാർ ജാതിയും മതവും നോക്കാതെ എല്ലാ മനുഷ്യനെയും ചേർത്ത് പിടിക്കുകയും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സകലമാന പിന്തുണകളും നൽകി. അവന്റെ ജാതി നോക്കിയിട്ടില്ല, അവന്റെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, അവന്റെ മതം നോക്കിയിട്ടില്ല, അവന്റെ വർഗം നോക്കിയിട്ടില്ല. മനുഷ്യനാണെന്ന പരിഗണനയിൽ അവർക്ക് വേണ്ട സർവ്വത പിന്തുണയും നൽകിക്കൊണ്ട് പ്രളയ സമയങ്ങളിലും അതുപോലെ തന്നെ മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ ഈ സംഘടനയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ കരുതലോടുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. മാത്രമല്ല 992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തെ
വളർന്നു വരുന്ന യുവാക്കളിൽ തീവ്രവാദ മനോഭാവം കുത്തിനിറച്ച് അവരെ മറ്റൊരു ദിശയിലേക്ക് വളർത്തിവിടാൻ വേണ്ടി ചില ആളുകൾ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് ശ്രമം നടത്തിയപ്പോൾ വളരെ കരുതലോടുകൂടെ ജാഗ്രതയോടുകൂടെ ഇടപെട്ട ഒരു പ്രസ്ഥാനമാണ് SKSSF. സംഘടനയ്ക്ക് ഒരുപാട് പ്രവർത്തകന്മാർ നഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം, നേതാക്കന്മാർ നഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സ്ഥാനത്തുനിന്ന് അവരെ ഒഴിവാക്കേണ്ടി വരുമെന്ന് നമുക്കറിയാം. ആ ഭീതിയൊക്കെ മുന്നിൽ കണ്ടിട്ടും നമ്മൾ അതിനു വേണ്ടി തുനിഞ്ഞത് ഈ രാജ്യത്തിന്റെ ശോഭനമായ ഭാവി ഇവിടെ കൃത്യമായി ഇസ്ലാമിക ആശയത്തിലും ആദർശത്തിലും നയത്തിലും നിലപാടിലും ഉറച്ചു നിൽക്കണമെന്ന നിർബന്ധം ഈ മഹത്തായ പ്രസ്ഥാനത്തിനുണ്ടായത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഇവിടത്തെ ചെറുപ്പക്കാരെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നമ്മുടെ സമുദായത്തിൽ തന്നെ ആളുകൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ SKSF ശക്തമായി ഇടപെട്ടു. SKSFന്റെ ഇടപെടൽ കേവലം ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തനത്തെ തടയുക എന്നതായിരുന്നില്ല. ഏതെങ്കിലും ഒരു പുതിയ സംഘടന നമ്മുടെ കേരളത്തിൽ ഉദയം ചെയ്യുന്നു, അത് SKSFന് ഭീഷണിയാകുമെന്നത് കൊണ്ടല്ല. SKSF കണ്ട ഭീഷണി ഈ സംഘടനക്കുള്ള ഭീഷണി എന്നതല്ല, അതിനപ്പുറം ഈ രാജ്യത്തിന് അവർ ഭീഷണിയാകുമെന്ന് നേരത്തെ കണ്ടതുകൊണ്ടാണ് നമ്മൾ അത്തരം സംഘടനകളെ എതിർക്കുവാനും അവരുടെ നയങ്ങളും നിലപാടുകളും ഈ രാജ്യത്തിന്റെ സുരക്ഷിതമായ ഭാവിക്ക് അപകടകരമായ അവസ്ഥ ഉണ്ടാക്കുമെന്ന ആവേശത്തോടുകൂടെ നമ്മളൊന്ന് എഴുതിയതും പ്രസംഗിച്ചതും. അൽഹംദുലില്ലാ, നമ്മളിവിടെ കണ്ടത് അത്തരം സംഘടനകൾ പിന്നീട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവരുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ചെയ്യുന്ന ഒറ്റയിട്ട പ്രവർത്തനങ്ങളോട്, ഏതെങ്കിലും ഒരു സംഘടനകളോട് മാത്രം സ്വീകരിക്കുന്ന നിലപാടുകളോട് നമുക്ക് യോജിപ്പില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് അവരെ എത്തി എന്നത് അന്ന് 992 ഡിസംബറിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള കർശനമായ തീരുമാനം വിജയകരമായിരുന്നു, അത് സത്യസന്ധമായിരുന്നു എന്ന് വൈകിയെങ്കിലും പലർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ നേതാക്കന്മാരായ പല ആളുകളും ഇന്ന് ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ജയിലറയ്ക്കുള്ളിൽ കഴിയുകയാണ്. അങ്ങനെ കിരാതമായ അവസ്ഥയോട് നമുക്ക് യോജിപ്പില്ല. അവരുടെ പ്രയാസം നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ ആ സങ്കടകരമായ അവസ്ഥ വരാതിരിക്കാൻ, അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകാതിരിക്കാൻ, അങ്ങനെ ഒരു പ്രതികൂലമായ അവസ്ഥ അവരെ പിടികൂടാതിരിക്കാൻ ശോഭനമായ ഭാവി കണ്ടിട്ട് അന്ന് SKSF നേതൃത്വം വളരെ കൃത്യമായി പറഞ്ഞു. നമ്മളിത് പറഞ്ഞപ്പോൾ നമ്മളെ എതിർത്ത ഒരുപാട് മതസംഘടനകളുണ്ട്, നമുക്കെതിരെ എഴുതിയിട്ടുള്ള ഒരുപാട് മാധ്യമങ്ങളുണ്ട്, നമ്മളെ കൊഞ്ഞിനം കാണിച്ച ധാരാളം പ്രഭാഷകന്മാരുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് സത്യസന്ധമായിരുന്നു എന്ന് പിന്നീട് അത്തരം മാധ്യമങ്ങൾ തിരുത്തി പറയേണ്ട, അത്തരം വാചാലമായി പ്രസംഗിച്ചവർ അതിനെ തിരുത്തി പറയേണ്ട, അതിനെ എതിർത്ത സംഘടനകൾ അത് തിരുത്തി പറയേണ്ട അവസ്ഥ നമ്മുടെക്കിടയിൽ സംജാതമായിട്ടുണ്ട്. അതൊന്നും വലിയൊരു അഭിമാനമായി ഞങ്ങൾ പറയുകയില്ല. അവിടെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ എന്നും അഭിമാനത്തോടു കൂടെയാണ് ഓർക്കുന്നത്. അങ്ങനെ ഒരു സമൂഹത്തെ, നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരു പറ്റം ചെറുപ്പക്കാരെ അത്തരം വഴികളിലേക്ക് തിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ ഒരു അപകടമുണ്ടാകുമെന്ന ഭീഷണി മുന്നിൽ കണ്ടു എന്ന നിലപാടിനെയാണ് ഞങ്ങൾ ഈ സമയത്ത് അഭിമാനത്തോടുകൂടെ ഓർക്കുന്നത്. അങ്ങനെ ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് നമ്മുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട്. SKSF അതിന് വേണ്ടി ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വളരെ സമാധാനപരമായും ഈ രാജ്യത്തിന്റെ സൗഹൃദങ്ങൾ വിള്ളലില്ലാതിരിക്കുവാനുമുള്ള വലിയ സന്ദേശങ്ങൾ നൽകിയിട്ടുള്ള പരിപാടികളാണ് ഈ കാലം അത്രയും സംഘടന നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ ജനുവരി 26-നും SKSSF റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ അത് SKSFന്റെ ദിനമാണെന്നാണ് പല ആളുകളും പറയാറുള്ളത്. അതൊരു പ്രയോഗമായി ചിലർ പറയുകയാണെങ്കിലും അതൊരു സത്യമായ വാക്കാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. ഒരുപാട് സ്വാമിമാർ, ഹൈന്ദവ സഹോദരങ്ങൾ എല്ലാവരും ഒന്നിച്ചെന്നുകൊണ്ട് ഈ സ്നേഹജാലികയെ സ്വീകരിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സന്തോഷകരമായ അവസ്ഥകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടത് സൗഹൃദത്തിന്റെ കരുതലാണെന്ന് എല്ലാ കാര്യത്തിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സൗഹൃദത്തിന് വിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന്, അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും മതമില്ലാത്തവരിൽ നിന്നാണെങ്കിലും അതിനെ അടിച്ചമർത്തുക എന്നത് ഈ രാജ്യത്തെ ഓരോ മതേതര ബോധ്യമുള്ളവന്റെ ബാധ്യതയാണെന്ന
ശക്തമായ നിലപാടുമായിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തിന് മുന്നോട്ട് പോകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുയുടെ ആശയങ്ങളും ആദർശങ്ങളും ആ രീതിയിലാണ് നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർത്തമാനകാല ഇന്ത്യയുടെ ഗതികേടുകളെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി ഇവിടെ മനുഷ്യജാലികയിലും ഇപ്പോൾ ആമുഖ പ്രഭാഷണത്തിൽ ജില്ലാ ട്രഷറർ ബഹുമാനപ്പെട്ട നൗഷാദ് ചെട്ടിപ്പടി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വിശദമായി പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ആ വിഷയ സംബന്ധിയായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ കൃത്യമായി പറയാനിരിക്കുകയാണ്. ഞാനതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നത് ഒരു പരമ പച്ചയായിട്ടുള്ള സത്യമാണ്. പക്ഷേ ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ തേടിയിട്ടുള്ള യാത്രയാകണം ഇനി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ആ യാത്രയിൽ തടസ്സമുണ്ടാക്കുന്നവരെ തിരിച്ചറിയുവാനുള്ള മനോഭാവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ മനോഭാവമുള്ള സംഘടനകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തിന് തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടത്. നമുക്കറിയാം, ഒരു ഭാഗത്ത് പരിശുദ്ധമായ ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും അവിടെ അമ്പലം ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും ചെയ്തു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രം നിർമ്മിക്കുക എന്നതിനോട് നമ്മൾ ആരും വിയോജിക്കുന്നില്ല. സൗദി അറേബ്യയിൽ ക്ഷേത്രമുണ്ടാക്കാൻ മുസ്ലിം ഭരണ പ്രദേശത്ത് പോലും നമ്മൾ അനുമതി നൽകിയിട്ടുണ്ട്. UAE ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ മുസ്ലിം രാജാക്കന്മാരുടെ ഭരണം നടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ അതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. നമ്മുടെ കേന്ദ്രത്തിൽ 2 മന്ത്രിമാർ വിശുദ്ധമായ മദീനയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സന്ദർശനം നടത്തി നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വ ആളുകളുടെ ശത്രുക്കളായവർ വിശുദ്ധമായ ലോകത്ത് മുഴുവനും മതേതരത്വത്തിന്റെ അടയാളങ്ങൾ വാരിവിതറിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീനയിൽ അവർക്ക് അവിടെ അവസരം കൊടുത്തത് സൗദി ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള മുസ്ലിമുകൾ ഒരു ഹിന്ദുവിനോ ഇവിടുത്തെ ഏതെങ്കിലും മതക്കാർക്കോ എതിരായിട്ടുള്ളവരല്ല എന്ന് ഒരിക്കൽ കൂടെ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, വിശുദ്ധമായ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, അവിടെ ക്ഷേത്രമുണ്ടാക്കുന്നു. ഒരു തർക്കഭൂമിയിൽ ക്ഷേത്രമുണ്ടാക്കുക എന്ന പ്രയാസമാണ് നമ്മൾ ഇന്നും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വേറെ ഒരു സ്ഥലം കൊടുത്തതുപോലെ ആ ക്ഷേത്രമുണ്ട് എന്ന് അവകാശപ്പെടുന്നവർക്ക് വേറെ ഒരു സ്ഥലം കൊടുത്ത് ഒരു മനോഹരമായ ക്ഷേത്രം അപ്പുറത്ത്, ഇപ്പുറത്ത് ഒരു മനോഹരമായ പള്ളിയും ഉണ്ടാക്കി നടുവിൽ ഈ തർക്കഭൂമി നിലനിർത്തുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്തൊരു മഹത്തായ ഇന്ത്യയായി മാറുമെന്ന് നമ്മളെല്ലാവരും സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ വർഗീയവാദികളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മറ്റൊരു ചിത്രമുണ്ടാക്കുവാനും അത് വോട്ട് ബാങ്കാക്കുവാനുമുള്ള തന്ത്രമാണ് നടന്നത് എന്ന് എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇന്ത്യയിലാണ് 200 വർഷക്കാലം പഴക്കമുള്ള ഒരു പള്ളി. ആ പ്രദേശത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്നില്ല. അവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും മറ്റൊരു നാട്ടിലേക്ക് കുടിയേറിപ്പോയപ്പോൾ അവിടെ ഒറ്റ മുസ്ലിമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പ്രദേശത്തെ പള്ളി അവിടെ നിന്നും കൃത്യമായിട്ട് ബാങ്ക് മുഴങ്ങുകയാണ്. ബാങ്ക് കേൾക്കാൻ മുസ്ലിമീങ്ങളില്ലാത്ത പള്ളി, ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ മുസ്ലിങ്ങളില്ലാത്ത ഒരു പള്ളി ബീഹാറിലെ നളന്ദാമാരി ഗ്രാമത്തിൽ 200 വർഷം പഴക്കമുള്ള പള്ളി ഇന്നും അവിടെ ബാങ്ക് മുഴങ്ങുന്നുണ്ട്. അവിടെ ഓരോ സമയത്തും റെക്കോർഡ് ചെയ്യപ്പെട്ട ബാങ്ക് ആ പ്രദേശത്തുള്ള ഹൈന്ദവ സഹോദരന്മാരുടെ സഹായത്തോടുകൂടെ ബാങ്ക് മുഴങ്ങുക മാത്രമല്ല, ഹൈന്ദവ സഹോദരന്മാർ എല്ലാ ദിവസത്തിലും ചെന്ന് ആ പള്ളി കഴുകി വൃത്തിയാക്കുന്നു എന്നത് ഇന്ത്യയിലെ മതേതര മനസ്സുകൾ നഷ്ടപ്പെട്ടിട്ടില്ല, അതിന്റെ വെള്ളം പറ്റിയിട്ടില്ല എന്നതിന്റെ മഹിതമായ പ്രതീക്ഷയുടെ ഉദാഹരണങ്ങളായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കർണാടക സ്റ്റേറ്റിലെ ഒരു ജില്ലയിൽ, പ്രിയമുള്ളവരെ, അവിടെ നടക്കുന്ന ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷത്തിന്റെ മുന്നോടിയായി
കർണാടക സ്റ്റേറ്റിലെ ബെല്ലാരി ജില്ലയിൽ ഒരു ക്ഷേത്രത്തിലെ ആഘോഷം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ വർഷങ്ങളിലും ആ ക്ഷേത്രത്തിൻ്റെ മേധാവികൾ അവിടുത്തെ പള്ളിയുടെ ഇമാമിൻ്റെ അരികിൽ വന്ന് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ടാണത്രേ അദ്ദേഹത്തെ കൊണ്ട് പാരായണം ചെയ്യിപ്പത് ശ്രവിച്ചതിന് ശേഷമാണത്രേ ആഘോഷങ്ങളൊക്കെ ആരംഭിക്കാറുള്ളത്. നമ്മുടെ ഈ റോട്ടിലൂടെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ഈ വർഷവും നമ്മുടെ ധാരാളം പള്ളികളിലും മദ്രസകളിലും നമ്മുടെ വീടുകളിലുമൊക്കെ അയ്യപ്പ ഭക്തന്മാർക്ക് ഭക്ഷണം കഴിക്കുവാനും വിശ്രമിക്കുവാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ധാരാളം സംഭവങ്ങൾ നമ്മൾ ഓരോ വർഷത്തിലും വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇത് ഇന്ത്യയുടെ വർത്തമാനകാല ഇന്ത്യയിൽ കലുഷിതമായി ചില അന്തരീക്ഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷകൾ നഷ്ടപ്പെടാത്ത നമുക്കേറെ പ്രതീക്ഷയുള്ള ഒരു ഇന്ത്യ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശോഭനമായ ഭാവി ഇന്ത്യയുടെ മതേതര ചേരിയിൽ തന്നെയാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മതേതര ചേരിയെ ശക്തിപ്പെടുത്തുവാൻ ഒരു മതസംഘടന എന്ന നിലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽമുക്കും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്തുണക്കാൻ സാധിക്കും. പക്ഷേ അതിനെ കോർഡിനേഷൻ ചെയ്ത് പ്രതിപക്ഷത്തുള്ള എല്ലാ സംഘടനകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിലായി പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ഐക്യപ്പെടലുകൾ ശക്തി പകരാനും രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാതെ ശോഭനമായൊരു ഇന്ത്യയെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഇവിടെയുള്ള മതേതര ചേരിയിലുള്ള മുഴുവൻ രാഷ്ട്രീയ സംഘടനകളും ഒന്നിച്ചെന്നാൽ അൽഹംദുലില്ലാഹ് അത് നമുക്ക് സാധ്യമാക്കാൻ കഴിയും. നമുക്കറിയാം NRCയുടെയും CAയുടെയും വിഷയം വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ ഭരണപക്ഷ കക്ഷികൾ ഒന്നിച്ചെന്നുകൊണ്ടാണ് ആ വിഷയത്തെ ശക്തമായിട്ട് എതിർത്തത്. ഇന്നലെ നമ്മുടെ നിയമസഭയിൽ നമ്മുടെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ 1 മിനിറ്റും 18 സെക്കൻഡും മാത്രമുള്ള പ്രഭാഷണം നടത്തി അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടാനുള്ള ശ്രമമാണ് നടത്തിയത്. കറുത്ത ഒരുപാട് അധ്യായങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടല്ല, രാജ്യത്തിന്റെ ഭരണഘടനയിലൂടെ മുന്നോട്ട് പോകേണ്ട ആളുകൾ അവർ ചരിത്രങ്ങൾ രചിക്കേണ്ടത് അത് ചരിത്രത്തിൽ കറുത്ത അധ്യായങ്ങൾ മാത്രമായിട്ടാണ് രേഖപ്പെടുത്തുക എന്നുകൂടെ അത്തരക്കാര് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 2020 ഇത് ആവർത്തിക്കപ്പെട്ടതാണ്. 2020 CAയും NRCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മനഃപൂർവ്വം നമ്മുടെ ഇന്നത്തെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ കട്ട് ചെയ്തതും നമ്മൾ കൃത്യമായി കണ്ടതും വായിച്ചതുമാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിലവിലുള്ള കലുഷിതമായ അന്തരീക്ഷം പറഞ്ഞുകൊണ്ട് നമ്മൾ ആവലാതിയും വേവലാതിയും പെടുക മാത്രമല്ല, പ്രതീക്ഷയുടെ തുരുത്തുകൾ ധാരാളം ഇന്ത്യയിലുണ്ട് എന്നത് ഒരുപാട് സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ തുരുത്തുകളെ, ആ പ്രതീക്ഷകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ മതേതരത്വമുണ്ട് എന്ന് പറയുന്നവർ അത് കേവലം വാർത്താ മാധ്യമങ്ങൾ പറയേണ്ടതല്ല, പ്രഭാഷണത്തിൽ പ്രോജ്വലമായി പറയേണ്ട വാക്കുകളില്ല, എഴുത്തുകളിലൂടെ കറുത്ത മഷികളായി പുറത്തു വരേണ്ടതല്ല. അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി വരികയും ആ ആത്മാർത്ഥതയെ ഏത് വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയാണ് നമ്മുടെ രാജ്യത്തെ മതേതരത്വ കക്ഷികൾ എന്ന് അവകാശപ്പെടുന്നവർക്കുണ്ടാകേണ്ടത്. നമ്മൾ കണ്ടു, ഇന്ത്യയുമായി ബന്ധപ്പെട്ട വലിയൊരു കോർഡിനേഷൻ ഇന്ത്യ എന്ന പേരിലുണ്ട്. ഇന്നലെ അതിൽപ്പെട്ട ഒരു കക്ഷി പിന്മാറുന്നു എന്ന ദയനീയമായ വാർത്തയാണ് കേൾക്കുന്നത്. ഈ ദയനീയത ഇല്ലാതിരിക്കാൻ, ഇത്തരം അവസരങ്ങൾ വരാതിരിക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയപരമായി വിയോജിപ്പും എതിർപ്പുകളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യ എന്ന വിഷയത്തിൽ നമുക്കൊരു വികാരമുണ്ടാകണം. നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ അവരുടെ ജീവൻ കൊടുത്തത്, ജീവിതം കൊടുത്തത് ഇന്ത്യ എന്ന വികാരത്തിന് വേണ്ടിയാണ്. ഇന്ത്യ എന്ന വികാരത്തിന്റെ മുമ്പിൽ സ്വന്തം നാടിനോട്, സ്വരാജ്യത്തിനോട് സ്നേഹം കാണിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്യുന്നവരാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മദ്രസയിലെ 3ാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന് പറയുന്ന പാഠഭാഗത്ത് അതിന്റെ സിലബസിൽ അതിന്റെ അവസാനത്തെ പാഠം ഉബ്ബുൽ വത്തൻ എന്ന പ്രത്യേകമായ പാഠമാണ്.
3-ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ 7-8 വയസ്സുള്ള മനസ്സുള്ള 7-8 പ്രായമുള്ള കുട്ടികളാണ്. പക്ഷേ ആ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉള്ളിലേക്ക് പോലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള 12 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ മാനസാന്തരങ്ങളിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കുന്നത് ഹുബ്ബുൽ വതനാണ്, രാജ്യസ്നേഹമാണ്. മക്കളെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പോരടിക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരു രാജ്യത്ത് നമുക്ക് എത്ര സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ആ സൗകര്യത്തിനേക്കാൾ നമുക്ക് വലുത് നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണ് എന്ന് വിളിച്ചു പറഞ്ഞ പൂർവ്വസൂരികളായ ആളുകളുടെ പാരമ്പര്യത്തിൽ യാതൊരു വിള്ളലും ഉണ്ടാക്കാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും. ആ രീതിയിൽ അങ്ങനെയുള്ള മനസ്സുകൾ ഒന്നിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ടുകളൊക്കെ ഒരേ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകേന്ദ്രത്തിലേക്ക് വീണ്ടും ഒരു തിരിച്ചു വരവിന് ഉള്ള ശ്രമങ്ങളാണ് ഇവിടുത്തെ എല്ലാ പാർട്ടികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തി സുരക്ഷിതമായ ഭാവിക്ക് വർത്തമാനകാല ഇന്ത്യയുടെ പ്രയാസങ്ങൾ പറഞ്ഞ് നമ്മൾ പരിതപിക്കുന്നതിനപ്പുറം പരിതപങ്ങൾ ഒരു ഭാഗത്ത് പറയലോടുകൂടെ തന്നെ പ്രായോഗികമായ തന്ത്രപരമായ ശാസ്ത്രീയമായ മാർഗങ്ങൾ കണ്ടെത്തി ശോഭനമായി ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ ഞാൻ അടിവരയിട്ട് പറയുന്നു, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ 90% വരുന്ന മുസ്ലിമീങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതസംഘടന എന്ന നിലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ 3 ലക്ഷത്തോളം വരുന്ന മെമ്പർഷിപ്പ് എടുത്ത പ്രവർത്തകന്മാരുൾപ്പെടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാരുള്ള 5000 ശാഖകളിലായി പരന്നു കിടക്കുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വം SKSF എന്ന് പറയുന്ന വിദ്യാർത്ഥി യുവജന സംഘത്തിന്റെ സർവ്വവിധ പിന്തുണയും അത്തരം പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ ഉണ്ടാകുമെന്നുകൂടെ ഈ മനുഷ്യജാലികയുടെ ചർച്ചാ സമ്മേളനത്തിൽ വളരെ കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. SKSF അതിന്റെ 3.5 പതിറ്റാണ്ട് കാലം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളുടെയും സന്തോഷത്തിന്റെയും വഴികളാണ്. ഒരാളുടെ 35 വർഷം ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആണെങ്കിൽ അയാളുടെ വിശ്വാസധിഷ്ഠിതമായി ജീവിച്ചാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യൻ നന്മ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അവന്റെ 35ഉം 40ഉം അങ്ങനെ കഴിഞ്ഞു പോകും. ഒരു സംഘടനയും അങ്ങനെയാണ്. സമൂഹത്തിനോ സമുദായത്തിനോ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അനുയായികൾക്കോ ഒരു നന്മയും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും ആ സംഘടനക്ക് 100ഉം 50ഉം ഒക്കെ വർഷങ്ങൾ എത്തുകയും അത് നമ്മൾ എത്ര ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കാലം കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ SKSFനെ സംബന്ധിച്ചിടത്തോളം ഈ 3.5 പതിറ്റാണ്ട് കാലം ഒരുപാട് സന്തോഷങ്ങളുടെ, ഒരുപാട് സംഭാവനകളുടെ, ഒരുപാട് സമർപ്പണങ്ങളുടെ, ഒരുപാട് കഥകൾ പറയുന്ന 3.5 പതിറ്റാണ്ടാണ്. 989 കോഴിക്കോട്ട് സാമൂതിരി സ്കൂളിൽ നിന്ന് മഹാനായ ശൈഖുന KK അബൂബക്കർ അസ്റത്തിന്റെ അധ്യക്ഷതയിൽ മഹാനായ ശൈഖുന KV മുഹമ്മദ് മുസ്ലിയാർ കുറ്റിനാട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമാരംഭം കുറിച്ചു. അന്ന് ബഹുമാനപ്പെട്ട മഹാനായ മർഹൂം കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാരുടെ നാമധേയത്തിലുള്ള നഗരിയിലാണ് ഇതിന്റെ പ്രഖ്യാപന സമ്മേളനം നടന്നത്. അൽഹംദുലില്ലാഹ്, ആ മഹത്തായ സമ്മേളനത്തിൽ ബഹുമാന്യനായ അന്നത്തെ പ്രഗത്ഭനായ പണ്ഡിതൻ KC ജമാലുദ്ദീൻ മുസ്ലിയാർ, മഹാനായ നാട്ടിക മൂസ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട CA ചൈദ്രസ് മുസ്ലിയാർ എന്ന ആത്മീയതയുടെയും ആത്മാർത്ഥതയുടെയും ആരൂപമായ CA ചൈദ്രസ് മുസ്ലിയാരുടെ പുണ്യമായ നാവുകളെ കൊണ്ട് SKSF എന്ന പഞ്ചാക്ഷരി എന്ന് പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട മരിക്കുന്ന സമയത്ത് കോഴിക്കോട്ടെ കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് വരുന്ന ജനസഞ്ചയത്തെ കണ്ട് സായൂജ്യമണിഞ്ഞ് ആ വേദിയിൽ നിന്ന് പ്രയാസം അനുഭവിച്ച് ആംബുലൻസിലേക്ക് അയറ്റുന്ന സമയത്ത് അവിടെ കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 പ്രാവശ്യം ഉറക്കെ പറഞ്ഞ് മരിച്ച മഹാനായ KT മാനു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത് മഹാനായ മർഹൂം ജലീൽ ഫൈസി പുല്ലങ്കോടാണ്. ബഹുമാനപ്പെട്ട നാട്ടിക് ഉസ്താദ് സയ്യിദ് മുഹമ്മദ് നിസാമി, ബഹുമാനപ്പെട്ട KC ജമാലുദ്ദീൻ മുസ്ലിയാർ, ഇന്നത്തെ നമ്മുടെ മലപ്പുറം പാർലമെന്റേറിയനായ MP അബ്ദുസ്സമദ് സമദാനി സാഹിബ് ആ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് പ്രഭാഷണം നടത്തി 2 ആളുകളെ ജീവിച്ചിരിക്കുന്നുള്ളൂ. അന്ന് സ്വാഗതം പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്നത്തെ സെക്രട്ടറിയായ മുക്കം ഉമർ ഫൈദി ഉസ്താദ് അവറുകളാണ്. അന്ന് അവിടെ ആശംസ പ്രഭാഷണം നടത്തിയത് ഒന്ന് അബ്ദുസ്സമദ് സമദാനി സാഹിബും. ഇവർ 2 പേരുമാണ് ആ പരിപാടിയെ സംബന്ധിച്ച് പ്രസംഗിച്ചവർ ജീവിച്ചിരിക്കുന്നത്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അവർ ചെയ്ത ഈ പ്രവർത്തനത്തെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഈ സംഘടന വളർന്ന് പന്തലിച്ച് ദേശീയ തലത്തിൽ 15 സംസ്ഥാനങ്ങളിലായി ഈ സംഘടനയ്ക്ക് കമ്മിറ്റികളുണ്ട്. അൽഹംദുലില്ലാഹ്,
കഴിഞ്ഞ ഡിസംബർ 1 മുതൽ 15 വരെ ഈ സംഘടന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഓൺലൈൻ സംവിധാനത്തിലൂടെ നടത്തി 3 ലക്ഷം പ്രവർത്തകന്മാർക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അംഗീകരിക്കുന്ന അതിന്റെ നയങ്ങളും നിലപാടുകളും സ്വീകരിക്കാൻ തയ്യാറെന്ന് പറയപ്പെടുന്ന 3 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷത്തെ മെമ്പർഷിപ്പ് സംഘടന കൊടുത്തത്. അൽഹംദുലില്ലാ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 5000-ൽ പരം വരുന്ന ശാഖകളിലായി ഇന്ന് ഈ സംഘടന അതിന്റെ പ്രവർത്തനം വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. 90-ഓളം വരുന്ന പ്രീ സ്കൂളുകളും അതുപോലെ ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സയൻസ് റെസിഡൻഷ്യൽ സ്കൂളുമായി ഈ സംഘടന വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ മുന്നേറ്റം നടത്തുകയാണ്. IAS-കാരുൾപ്പെടെയുള്ള ആളുകളെ സമൂഹത്തിന് സമർപ്പിക്കുവാൻ SKSF-ന് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നല്ല മുന്നേറ്റങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ രംഗത്ത് ഒരു മാസത്തിൽ 20 ലക്ഷമോ 15 ലക്ഷത്തിനും ഇടയിലുള്ള സംഖ്യ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്ന സഹചാരി എന്ന് പറയുന്ന സംവിധാനം ഈ സംഘടനക്കുണ്ട്. ഇൻഷാ അല്ലാഹ് 35-ാം വാർഷികത്തിന്റെ ഭാഗമായി സമുദായത്തിന്റെ മക്കളിൽ നിന്ന് വിശുദ്ധമായ ദീന് പഠിക്കുവാനും ഭൗതികമായ വിജ്ഞാനങ്ങൾ പഠിക്കുവാനും വിശിഷ്യ IAS പോലുള്ള ഉന്നതമായിട്ടുള്ള പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തികമായ തടസ്സമെങ്കിൽ അവർക്ക് സാമ്പത്തികമായ സഹായം കൊടുക്കുന്ന എഡ്യൂക്കേറ്റർ എന്ന പദ്ധതി ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 4-ാം തീയതി നമ്മുടെ മഹാരഥന്മാരായ സാദാത്യങ്ങളും പണ്ഡിതന്മാരും കോഴിക്കോട് വെച്ച് പ്രഖ്യാപിക്കുകയാണ്. സേവനത്തിന് വേണ്ടി ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും 35,000 വിജിലന്റ് വിഖായ വളണ്ടിയർമാരെയാണ് നമ്മൾ കോഴിക്കോട്ടെ കടപ്പുറം നടക്കുന്ന 4-ാം തീയതി സമ്മേളനത്തിൽ സമർപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഈ സംഘടന ഇതിന്റെ 35 വർഷക്കാലത്തെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ 18 ഉപവിങ്ങുകളിലായി SKSF-ന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന ഐതിഹാസികമായ സമ്മേളനമാണ് ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 2, 3, 4 തീയതി കോഴിക്കോട് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, വിവിധ ശാഖയിൽ നിന്ന് വന്ന പ്രവർത്തകന്മാർ ഇവിടെയുണ്ട്. നമുക്ക് വിശ്രമമില്ല. നമ്മുടെ സമ്മേളനം നമുക്ക് ചരിത്ര സംഭവമാക്കണം. വാദിനൂർ ചരിത്ര സംഭവമാക്കിയവരാണ് നമ്മൾ. അതിനുശേഷം സമർക്കന്ത് ചരിത്രമാക്കിയവരാണ് നമ്മൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പെട്ടെന്ന് വിളിക്കുന്ന എല്ലാ സമ്മേളനങ്ങളും ഐതിഹാസികമാക്കി കൊടുത്തവരാണ് നമ്മൾ. ബാംഗ്ലൂരിലേക്ക് നമ്മളെ സമസ്ത വിളിച്ചപ്പോൾ ബസ്സിലായും പ്ലെയിനിലായും അതുപോലെ തന്നെ സ്വന്തം വാഹനങ്ങളിലായും യാത്ര പോകാൻ സന്നദ്ധരായി നിൽക്കുന്നവരാണ് നമ്മൾ. നമ്മളെ സമസ്ത വിളിച്ചെടുത്തൊക്കെ പോയിട്ടുണ്ട്. ആ സമസ്തക്കെന്നും കാവലും കരുത്തുമായി പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് ഈ മഹത്തായ സംഘടനയുടെ 35-ാം വാർഷിക സമ്മേളനം ഒരു ഐതിഹാസിക സമ്മേളനമാക്കി നമുക്ക് മാറ്റണം. മുഖദ്ദസ് പുതിയൊരു ചരിത്രമാണ്. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ചരിത്രത്തിന്റെ പ്രതീക്ഷയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന കോഴിക്കോട്ടെ മുഖദ്ദസ് നഗരി ചരിത്രത്തിലെ സമുദായത്തിന്റെ വലിയൊരു പ്രതീക്ഷയാണ്. നമുക്കറിയാമല്ലോ, നൂറുദ്ദീൻ സിംഗി എന്ന് പറയുന്ന ഒരാൾ 18 വർഷം മുമ്പ് വിശുദ്ധമായ മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങളുടെ അധീനതയിൽ വരുന്നതിന് മുമ്പ് ഒരു മിഹ്റാബ് നിർമ്മിച്ചു, മിമ്പർ നിർമ്മിച്ചു. ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഈ മിമ്പർ നിർമ്മിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ഒരു കാലത്ത് വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ അധീനതയിൽ വരുമ്പോൾ അന്ന് അവിടെ നിസ്കരിക്കുവാൻ ഖുത്ബ ഓതാൻ വേണ്ടിയാണെന്ന് നൂറുദ്ദീൻ സിംഗി പറഞ്ഞു. 18 വർഷത്തിന് ശേഷമാണ് മുസ്ലിമീങ്ങൾക്ക് സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലായി ആ വിശുദ്ധമായ പള്ളി തിരിച്ചു പിടിക്കാൻ സാധിച്ചത്. അന്ന് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ സിംഗി അന്നുണ്ടാക്കിയിട്ടുള്ള ഈ മിമ്പറയിൽ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബ് നേതൃത്വം നടന്നിട്ടുള്ള നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അത് കൊണ്ടുവന്നു എന്ന് ചരിത്രം പറയുമ്പോൾ ബൈത്തുൽ മുഖദ്ദസ് പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള വിശുദ്ധമായ നഗരിയാണ്. പ്രതിസന്ധികളേറെ നിലനിൽക്കുമ്പോഴും ഇന്നലെ 20ഓളം വരുന്ന ആളുകളെയാണ് ക്രൂരമായി കൊന്നടക്കിയത്. അന്നത്തിന് വേണ്ടി കൈനീട്ടുന്ന പാവങ്ങളായ മനുഷ്യനെ ക്രൂരമായി കൊന്നടക്കിയതിന്റെ കഥയാണ് ഇന്നലെ നമ്മൾ വായിച്ചത്. 27,000-ഓളം വരുന്ന മനുഷ്യ മക്കളാണ് കഴിഞ്ഞ 115 ദിവസത്തിന്റെ ഉള്ളിൽ പാലസ്തീന്റെ മണ്ണിൽ മരണപ്പെട്ടത്. പക്ഷേ അങ്ങനെയൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും പ്രതീക്ഷ നഷ്ടപ്പെടാതെ പോകുന്ന പാലസ്തീൻ ജനതയുണ്ട്. ഈ മനുഷ്യജാലികയിൽ ഇന്ത്യയുടെ സമകാലികമായ പ്രയാസങ്ങൾ നമ്മൾ പറയുമ്പോഴും പ്രതിസന്ധികൾ ഏറെയുണ്ട് എന്ന് നമ്മൾ അയവിറക്കുമ്പോഴും നമുക്ക് പ്രതീക്ഷയാണുള്ളത്. SKSF ഒരുപാട് പദ്ധതികൾ തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ എല്ലാവരും എതിർത്തിട്ടുണ്ട്, അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോയി. ഇൻഷാ അല്ലാഹ് കോഴിക്കോട് നടക്കുന്ന നമ്മുടെ മുഖദ്ദസ് സമ്മേളനം സമൂഹത്തിന്റെ പുതിയ ഒരുപാട് പ്രതീക്ഷകളും ഭാവി പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടക്കുന്ന മഹാസമ്മേളനമാണ്.
ആ ചരിത്ര നിമിഷത്തിൽ നമുക്ക് പങ്കാളികളാകണം. നിങ്ങളുടെ ഓരോ മഹലിൽ നിന്നും സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ എല്ലാ ഘടകങ്ങളുടെയും പ്രവർത്തകന്മാരെയും ഭാരവാഹികളെയും സമസ്തയെ സ്നേഹിക്കുന്ന മുഴുവൻ സുമനസ്സുകളെയും ആ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ ഇന്നു മുതൽ നമ്മൾ വാഹനങ്ങൾ ഏൽപ്പിക്കണം, ബസ്സുകൾ ഏൽപ്പിക്കണം, മറ്റു സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇൻഷാ അല്ലാഹ് കോഴിക്കോട് കടപ്പുറം കണ്ട ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ഐതിഹാസികമായ സമ്മേളനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ എല്ലാ നിലക്കും സജീവമായി രാപ്പകലില്ലാതെ പാടുപെട്ട് പണിയെടുത്തുകൊണ്ട് ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ജാലിക ഒരു ഐതിഹാസികമായ സംഭവമാക്കുന്നതിന് നമ്മുടെ ആലത്തീരിലുള്ള ധാരാളം ആളുകളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവിടെയുള്ള ഒരുപാട് പ്രായമുള്ള ആളുകളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം, ചെറുപ്പക്കാരെ പോലെ ഓടി നടന്ന് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരെ പ്രത്യേകം ഒന്ന് അവരെ പ്രശംസിക്കുക എന്നത് സാന്ദർഭികമാണെന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അഭിവന്ദരായ യൂസുഫ് ബാക്കവി, അതുപോലെ ഹംസ ഹാജി, ബഹുമാനപ്പെട്ട മുസ്തഫ ഹാജി, റസാഖ് ഹാജി, ഷാഫി മാസ്റ്റർ, നമ്മുടെ ഷാജി, അതുപോലെ തന്നെ SYSന്റെ SMFന്റെ അഭിവന്ദരായ നേതാക്കന്മാർ, ഈ മേഖലയുടെ SKSF കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഈ മേഖലയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിനിധികളായി എത്തുന്ന ഇവിടുത്തെ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട ഉമ്മർ മോൻ ഹാജി, അതുപോലെ തന്നെ മുസ്തഫ ഹാജി മംഗലം, സുലൈമാൻ, അതുപോലെ ഇവിടുത്തെ ഈ ആലത്തൂർ ശാഖയിലെ SKSFന്റെ SYSന്റെ SMFന്റെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ മുഴുവൻ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട മജീദ് ഹാജി ഉൾപ്പെടെയുള്ള ധാരാളം ആളുകളുടെ, ഞാൻ പേര് പരാമർശിച്ചവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകളുടെ നിസ്സീമമായ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് ഈ പരിപാടി ഇത്രമേൽ പ്രൗഢമായി നടന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്കുള്ളത് സർവശക്തനായ റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. സർവശക്തനായ റബ്ബ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇന്ന് രാവിലെ നടന്ന പരിപാടിക്ക് നമ്മുടെ ഉമർ ഹാജിയാണ് ഭക്ഷണം നൽകിയത്. രാത്രിയുള്ള ഉസ്താദന്മാർക്കും അതിഥികൾക്കും വളണ്ടിയർമാർക്കുമൊക്കെ അദ്ദേഹമാണ് ഭക്ഷണം നൽകുന്നത്. ഉമർ ഹാജിയും അവരുടെ കുടുംബങ്ങളും ഈ നാട്ടിലുള്ള ധാരാളം ആളുകൾ സമസ്തയുടെ എന്ത് പരിപാടികളുണ്ടെങ്കിലും, പ്രത്യേകിച്ചും SKSFന്റെ എന്ത് പദ്ധതികളുണ്ടെങ്കിലും നമ്മളവരുമായി സംസാരിക്കുമ്പോൾ അവർക്ക് അല്ലാഹു നൽകിയ സാമ്പത്തികമായ നിഅമത്തിൽ നിന്ന് ആത്മാർത്ഥമായി നമ്മളോട് സഹകരിക്കാറുണ്ട്. അല്ലാഹു തആല ഇതിന്റെ ബർക്കത്ത് അവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഇവിടെ ഇന്നലെ ഒന്നുമൊക്കെയായി ഈ പരിപാടി വിജയത്തിന് വേണ്ടി നമ്മുടെ ജില്ലയുടെ വിഖായ വളണ്ടിയർമാർ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഖായ വളണ്ടിയർമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടി വിജയത്തിന് വേണ്ടി ഒരു വാക്കുകൊണ്ടെങ്കിലും ആരെങ്കിലും സഹകരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കസേരയെങ്കിലും എടുത്തു വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അല്ലാഹു തആല അർഹമായതൊക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ അഭിവന്ദരായ സാദാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ സമ്മതത്തോടുകൂടെ നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. മറക്കരുതേ, മുഖദ്ദസ് ഫെബ്രുവരി 2, 3, 4 തീയതികളിലാണ്. 2-ാം തീയതി നടക്കുന്ന ഐതിഹാസികമായ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. അന്ന് വൈകുന്നേരം 1500ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾ സംഗമിക്കുന്ന ഒരു ത്വലബാ റാലി നടക്കുന്നുണ്ട്. അതിനുശേഷം നടക്കുന്ന ഐതിഹാസികമായ ഉദ്ഘാടന സമ്മേളനം നമ്മുടെ അനിഷേധ്യനായ നായകൻ 14 വർഷക്കാലം ഈ സംഘടന അമരത്തിൽ നയിച്ച മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സംഘടനയുടെ ത്രിവർണ്ണ പതാക ഉയർത്തും. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചത്തെ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ 15,000ഓളം വരുന്ന പ്രതിനിധികൾ, പുതുതായി നിലവിൽ വന്ന ശാഖയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭാരവാഹികൾ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി സമ്മേളനം നടക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനോ കമ്മിറ്റി വരാൻ വൈകിയതിൻ്റെ പേരിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വളരെ അടിയന്തരമായി സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അന്ന് രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന ക്യാമ്പ് കേവലം വിഷയാവതരണങ്ങൾ മാത്രമല്ല, വരുന്ന ഭാവിയിൽ നമ്മുടെ ശാഖകൾ നടപ്പിലാക്കേണ്ട വിവിധങ്ങളായ പദ്ധതികളെ പറ്റിയുള്ള വിശാലമായ ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് 4-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് നമ്മുടെ വിജിലന്റ് വിഖായ റാലിയും വൈകുന്നേരം 5 മണിക്ക് പൊതുസമ്മേളനമാണ്. എല്ലാവരും അതിലേക്ക് ക്ഷണിക്കുകയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാകണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വമാ തൗഫീഖ് ഇല്ലാ ബില്ലാഹ് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ് വസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.